ഇവിടെ എൻ്റെ നാടിനടുത്താണ് വേണു എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടത്. വേണു എന്ന് പറയുന്ന ആൾ ഹൃദ്രോഗവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് സമയത്ത് അദ്ദേഹത്തിന് ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റോ നടക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതിന് ഡോക്ടർമാരുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചത് ആ റിപ്പോർട്ട് നേരത്തെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിരുന്നത് കൊണ്ട് അത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ചെയ്യാൻ കഴിയാഞ്ഞത് എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ മര്യാദകേടും അസത്യവും യാതൊരു സത്യസന്ധതയും ഇല്ലായ്മയാണ് എന്നതാണ് ഒരു സത്യം. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും രോഗികളോട് ഡോക്ടർ മാന്യമായി ഇന്നതാണ് ആ കണ്ടീഷൻ, അതുകൊണ്ട് നിങ്ങളെ 1-2 ദിവസം കഴിഞ്ഞ് ഇത് ചെയ്യാൻ ഒക്കൂ എന്ന് പറഞ്ഞാൽ, ഈ മരിക്കുന്ന അതേ ദിവസം മണിക്കൂറുകൾക്ക് മുമ്പ് തൻ്റെ സുഹൃത്തിന് ഒരു പട്ടിയെപ്പോലും തിരിഞ്ഞു നോക്കുന്നത് പോലെ നോക്കുന്നില്ലെന്നും ഞാൻ മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നുമൊക്കെ കൃത്യമായി അദ്ദേഹം വോയിസ് ഇട്ടിട്ടാണ് മരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവൻ ആശുപത്രിയിൽ കിടന്ന് ആ മരണപ്പെട്ട ആ സംഗതിയിൽ പോലും ഒരു സത്യമോ ഒരു നിജസ്ഥിതിയോ കാണാത്ത കേരളത്തിലെ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച് എല്ലാവരും കൊണ്ട് നടക്കുന്ന ഈ അരുൺകുമാർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ആ പേരിട്ട് വിളിക്കുന്നത് തന്നെ ആ പ്രവർത്തനത്തോടും അതിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്നവരോടും കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും എന്നതാണ് ഒരു സത്യം. ഇവരൊക്കെ യഥാർത്ഥത്തിൽ ആ ആശുപത്രിയിൽ ഈ മരണപ്പെട്ട ആളിനോട് എത്ര മൃഗീയമായി പെരുമാറിയേക്കാൾ എത്രയോ നീചമാണ് ആ മരണപ്പെട്ട് കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ മൊഴികളെയൊക്കെ ഇയാൾ വക്രീകരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കേൾക്കുമ്പോൾ മനസ്സിലാവും ഇയാളുടെ ഒരു ഇരട്ട വ്യക്തിത്വം. ഞാൻ വിശദമായി പറഞ്ഞതിന്റെ കാരണം തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ അഭിപ്രായം ഞാൻ പറഞ്ഞത് തെറ്റാണെന്നും തെറ്റിദ്ധാരണ ഒന്നാമത്തെ കാര്യം സിസ്റ്റർ എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ്. ഒന്നാമത്തെ കാര്യം ഏത് കാര്യത്തിലാണ്? ഈ കാര്യത്തിലല്ല. തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ആ എററായ സിസ്റ്റം ഇതുവരെ ശരിയായിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ, ഈ ഒന്നാമത്തെ കാര്യം സുനിലേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതായത് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, മരിച്ചയാൾ മരിക്കുന്ന ദിവസം പകലാണ് സുഹൃത്തിന് ഈ ശബ്ദ സന്ദേശം അയക്കുന്നത്. അയാൾക്ക് കിട്ടുന്ന ചികിത്സയെ കുറിച്ച് ഒരു ബോധ്യപ്പെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹം ഇത് പറയില്ലെന്നേ. അദ്ദേഹത്തോട് റൂഡായിട്ടും മോശമായിട്ടും നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് എന്ന് പറയുന്ന വെറുതെയല്ല ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതാണ്. ഇതിലൊന്നും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളിലേക്കല്ല പോകേണ്ടത്. ഈ മരിച്ച ആളും ആ കുടുംബവും അനുഭവിക്കുന്ന കാര്യമുണ്ട്. അതിനോട് നമ്മൾ കുറച്ചുകൂടി മനുഷ്യത്വത്തോട് അല്ലല്ല. അപ്പോൾ മെഡിക്കൽ സംവിധാനങ്ങളുടെ എണ്ണം പറയുകയും ഇത്ര അന്നത്തെ കാലത്തില്ല ഇന്നത്തെ കാലത്തുണ്ട് എന്ന എണ്ണം എടുക്കുകയും ഇതാണ് ഒരു മിനിറ്റ് ആരോഗ്യമന്ത്രി വീണപ്പോഴും പറഞ്ഞത് ഇതാണ്. മൊത്തം കേൾപ്പിക്കാൻ നിങ്ങൾക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് കേട്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. ഒരാൾ മരണപ്പെട്ടു, അയാൾ ഒരു മരണമൊഴി കൊടുത്തു. മരണമൊഴി എന്ന് പരിഗണിക്കാവുന്ന ഒരു അനുഭവസ്ഥൻ്റെ മൊഴി. അതിലയാൾ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല. അയാൾ അനുഭവിക്കുന്ന സംഗതിയാണ് അയാൾ പറഞ്ഞത്. ആ അനുഭവിക്കുന്ന സംഗതിയുടെ നിജസ്ഥിതി പറഞ്ഞാണെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ അരുൺകുമാർ എന്ന് പറയുന്ന ഈ ജീവി, അങ്ങനെ വിളിക്കാം, ഞാൻ ഈ ഉപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പം കഠിനമായി പോകുന്നു എന്ന് ചിലർ പറയാറുണ്ട്. ഈ ജീവി ഇതിനെ ന്യായീകരിക്കുകയാണ്. സിസ്റ്റം എറർ എന്ന് പറഞ്ഞോ, അതെന്താണ് ഇതെന്താണെന്ന് പറഞ്ഞു. എന്നിട്ട് തീർന്നില്ല, ഇയാൾ തന്നെ ഈ മാധ്യമധാർമ്മികതയെക്കുറിച്ച് വലിയ ആവേശം കൊള്ളുന്ന വേറൊരു സംഗതിയുണ്ട്. അവിടെയാണ് ഇയാളെപ്പോലുള്ളവരുടെ ഒരു ഇരട്ട വ്യക്തിത്വം, അതായത് നിവർന്ന് നിന്ന് ഇല്ലെങ്കിൽ പോലും കണ്ടെത്തുന്ന ചില ധാർമ്മികതയുടെ ചില ഒളിഞ്ഞു നോട്ടങ്ങൾ. എന്നാൽ കാല് നക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തും നക്കാൻ വേണ്ടി ആർക്ക് വേണ്ടിയും വിടുപണി ചെയ്യുന്ന ഈ പറയുന്ന മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ മപ്രകളെന്ന് എല്ലാവരും വിളിക്കുന്ന ആ മപ്രകളിലെ ഏറ്റവും സവിശേഷവും വിചിത്രവുമായ ഒരു മപ്രാജീവിയാണ് അരുൺകുമാർ. കേട്ടോളൂ. സിനിമാ പ്രൊമോഷനിലെ തന്റെ ശരീരഭാരത്തെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ച നടി ഗൗരി കിഷന്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബോഡി ഷേമിംഗ് ആണ് ആ മാധ്യമ പ്രവർത്തകൻ നടത്തിയത്. ശരീരഭാരത്തെ കുറിച്ച് നിരന്തരം ചോദിച്ചതാണ് ഗൗരിയെ പ്രകോപിപ്പിച്ചത്. വാർത്താ സമ്മേളനത്തിലെത്തിയ മാധ്യമ പ്രവർത്തകരും ഇവർക്ക് നേരെ തിരിഞ്ഞു. ഇതൊരു സാധാരണ ചോദ്യമല്ലേ എന്നായിരുന്നു പലരുടെയും നിലപാട്. എന്താണ് സംഭവിച്ചതെന്നല്ലേ എന്ന് കണ്ടുവരാം. അതായത് ഒരു നടിയുടെ ശരീരഭാരത്തെക്കുറിച്ച് ചോദിച്ചത് ബോഡി ഷെയ്മിംഗ് ആയി പോയതുകൊണ്ട് ഇദ്ദേഹം ധാർമ്മിക വയറിളക്കം നടത്തുകയാണ് ഇയാൾ. എന്തൊരു ധാർമ്മികതയാണ് ഇവിടെയുള്ളത് എന്നൊക്കെ പറയുകയാണ് ഇയാൾ. ഇതേ ധാർമ്മികത പറയുന്ന ഇയാളാണ് വൈകുന്നേരമാവുമ്പോൾ മരണപ്പെട്ടവൻ്റെ ഒരു മരണമൊഴിക്കകത്ത്
അവൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെക്കാൾ കൂടുതൽ ഇയാൾക്ക് സംരക്ഷിക്കേണ്ടത് ആരെയാണ് എന്നോർത്ത് അവർക്ക് പ്രതിരോധം തീർത്ത് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു സംഗതി. ഇയാളുടെ മനസ്സിലെ സ്വപ്നം എന്താണെന്നറിയോ? ഇപ്പോൾ അവരൊക്കെ ഇരിക്കുന്ന കസേരയാണ്. അതായത് ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് സംസ്ഥാനത്ത് മന്ത്രി വരെ ആകാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സാധ്യതയുടെ വാതായനം. മറ്റേത് മന്ത്രിയാകുന്നത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കാണ്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ആകാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഇനി അതേ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അടുത്ത അവസരം തേടാൻ കാത്തു നിൽക്കുന്ന ഒരു ഭിക്ഷാന്തേഹിയായ ഒരു മാധ്യമപ്രവർത്തകൻ്റെ മഞ്ഞപ്രവർത്തനമാണ് ആ സംഗതിയിലൂടെ കാണുന്നത്. പൊതുസമൂഹം തിരിച്ചറിയാൻ വേണ്ടി ഈ വൈരുദ്ധ്യം കാണിച്ചെന്നേ ഉള്ളൂ. അടിമകൾ ആഘോഷിക്കും, അല്ലാത്തവർ മാറിയും തിരിഞ്ഞും ആക്രോശിക്കും. ഇവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ഇത്തരം മാർഗത്തിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുകയും ഭാവിയുടെ സാധ്യതകൾ തേടുകയും ചെയ്യാം.